സംസാരിക്കാൻ പോകുന്നത് ഒരു സ്മാർട്ട് ബൾബിനെ കുറിച്ചാണ്. സ്മാർട്ട് ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കളറിൽ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൾബിനെ കുറിച്ച്. നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് MI സ്മാർട്ട് ബൾബ്, LED സ്മാർട്ട് ബൾബ് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. 1500 രൂപയുടെ അതിൻ്റെ ഒരു ചാർജ് വരുന്നത്. ഇതിനൊക്കെയുള്ള ഉപയോഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്കിവിടെ MI തരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 മില്യൺ കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ഒരൊറ്റ ബൾബിൽ നിന്ന് 16 മില്യൺ കളേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് MI. അതുപോലെ തന്നെ ഇവർ പറയുന്നത് 11 വർഷം ഇതിന്റെ ലൈഫായിട്ടാണ് പറയുന്നത്. അത് 11 വർഷത്തേക്ക് നമുക്ക് ഈ ബൾബ് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ മൊബൈലിൽ വെച്ചിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കളറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന് എത്ര ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണമെങ്കിലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. ഇത് ഒരു മൾട്ടി ഫംഗ്ഷണൽ ആയിട്ട് ഇതുപോലെ കളേർഡ് ബൾബ് മാത്രമല്ല, ഒരു വൈറ്റ് ലൈറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ MI സ്മാർട്ട് LED ബൾബ് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊട്ടിച്ചിട്ട് ജസ്റ്റ് അൺബോക്സ് ചെയ്യാണ് നമുക്കിത്. ഓക്കെ, ഇതാണ് നമ്മുടെ MI തരുന്ന LED സ്മാർട്ട് ബൾബ് എന്ന് പറയുന്നത്. ഈ ഒരു ട്വിസ്റ്റഡ് ഹോൾഡർ ആണ് MI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്കൊരു ട്വിസ്റ്റഡ് ഹോൾഡർ ആയിട്ടുള്ള ഡയറക്റ്റ് എന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇതിന്റെ പേരാണ് E27 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണ് നമുക്കിവിടെ ട്വിസ്റ്റഡ് ഹോൾഡർ കിട്ടുന്നത്. അതിന് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ വരുന്നതെല്ലാം V22 എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ജസ്റ്റ് പ്ലഗ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഹോൾഡേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു കൺവേർട്ടർ അല്ലെങ്കിൽ കണക്ടർ എന്നൊക്കെ പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോക്കലി അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കൂടെ MI തരുന്നതല്ല കേട്ടോ. നമുക്കിതിങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാം. അതായത് ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് ഹോൾഡറിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഇനി അടുത്തായിട്ട് പ്ലഗ് ചെയ്യാനാണ് പോകുന്നത്. പ്ലഗ് ചെയ്യാന്ന് പറഞ്ഞാൽ 230 വോൾട്ട് സപ്ലൈ ആണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളത്. നമ്മൾ ജസ്റ്റ് പ്ലഗ് കൊടുക്കുക, കണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ആപ്പ് വഴി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ആപ്പ് വഴി കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്കിത് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ആപ്പ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പിന്നെ അവിടെ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുക്കുക, MI ഹോം എന്ന് അടിച്ചു കൊടുക്കണം. Xiaomi ഹോം എന്നാണ് വന്നിട്ടുള്ളത്. Xiaomi ഹോം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ MI ഹോം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അത് എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദെൻ ഒരു യൂസർ എക്സ്പീരിയൻസ് പ്രോഗ്രാം അവർ ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് എഗ്രി ചെയ്യാം. ഇനി ആദ്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുത്തു. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ആദ്യമായിട്ട് ചോദിക്കുന്ന MIയുടെ മാൻഡറ്ററി കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മളതിന് നെക്സ്റ്റ് കൊടുത്തു. ദെൻ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് സൈൻ ഇൻ കൊടുക്കാനുള്ള ഓപ്ഷൻ. അതായത് സൈൻ ഇൻ ചെയ്യുന്നത് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ആഡ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആ ഡിവൈസ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഓട്ടോ സ്കാനും കാര്യങ്ങളൊക്കെ ടേൺ ഓൺ ചെയ്യണമെന്നൊക്കെ ചോദിക്കാം. ജസ്റ്റ് ടേൺ ഓൺ ചെയ്യാം. ആക്സസ് ചെയ്യാം, അതായത് നമ്മുടെ MI ഹോമിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്ന് ഡിവൈസസ് നിയർ ബൈ ആഡ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മാനുവലി ആഡ് ചെയ്യാനുള്ളതും. നമുക്ക് ഈ 2 രീതിയിൽ നമുക്കിതിനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിവൈസസ് നിയർ ബൈ കൊടുത്ത സമയത്ത് നമ്മുടെ അടുത്തുള്ള, അതായത് നമുക്ക് ഏതാണോ ഒരു MIയുടെ ഒരു സ്മാർട്ട് സിസ്റ്റം, ഒരു സ്മാർട്ട് ഡിവൈസ് ഉണ്ട്, അത് നമുക്കിവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ വൈറ്റ് ലൈറ്റാണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഇനി വൈറ്റ് ലൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഒരു റൂട്ടറിൻ്റെ IP അഡ്രസ്സും കാര്യങ്ങളുമാണ്. റൂട്ടറിൻ്റെ IP അഡ്രസ്സും വരുന്ന സമയം ഇപ്പോൾ നമ്മളതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തു. ഇങ്ങനെ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു വൈഫൈയിലോട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതൊരു 5 പ്രാവശ്യം, അതായത് സിസ്റ്റത്തെ ഓഫ് ചെയ്യുക, പിന്നെ വീണ്ടും ഓൺ ചെയ്യുക. ഒരു 2 സെക്കൻഡ് ഇടവേളകളിലാണ് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും വേണ്ടത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു കളർ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതൊരു വൈഫൈ സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു വൈഫൈ സിസ്റ്റത്തിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഇത് കണക്ട് ആകാനുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് വൈറ്റ് ലൈറ്റിൽ വരുന്നത്. ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കണക്ട് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലാണ് വൈറ്റ് ലൈറ്റ് വരുന്നത്. ദെൻ ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇത് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബ്രിങ് ഫോൺ ക്ലോസർ ടു ദ ഡിവൈസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ മാക്സിമം ക്ലോസ് ആയിട്ട് വെക്കുക.
അപ്പോൾ നമ്മൾ മാക്സിമം എത്രയോ അടുത്ത് വെക്കാൻ പറ്റുമോ അത്രയും അടുത്ത് നമ്മുടെ ഡിവൈസുകളും മൊബൈലും ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഡിവൈസ് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ആയതിനു ശേഷം നമുക്ക് ആദ്യം ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെലക്ട് റൂം എന്നാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഡിവൈസ് അതായത് നമ്മുടെ ലൈറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത് ആ ഒരു റൂമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ലിവിംഗ് റൂമാണ്. അതിനുശേഷം ആ ലിവിംഗ് റൂമിലുള്ള നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബൾബിന് നമുക്കൊരു പേര് കൊടുക്കാം. ലൈറ്റ് ബൾബ് എന്നാണ് ഇവിടെ പേര് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ദെൻ ഇനി ഇതുപോലെ തന്നെ എൻ്റെ മൊബൈൽ മാത്രമല്ല വേറെ ആരുടെങ്കിലും ഒരു മൊബൈലിലോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ MI ID വെച്ചിട്ട്, അതായത് ഈ ആഡ് ഓപ്ഷനിൽ MI ID വെച്ചിട്ട് അല്ലെങ്കിൽ ഇമെയിലോ ഫോൺ നമ്പറോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ദെൻ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ഈ ഒരു ഓൺ ഓഫ് കണ്ടീഷൻ ഉണ്ട്. അതായത് ഓഫിൽ നിന്നാണെങ്കിൽ ഇവിടുന്ന് ഓഫ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഓൺ ആക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റ് ലൈറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് കളേർഡ്, അതായത് നമുക്ക് ഒരു കളർ കോമ്പിനേഷൻസ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കളേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കളേഴ്സ് നമുക്ക് ഓരോരോ കളറായിട്ട് കളർ എടുക്കുക. ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് ഇവിടുന്ന് സാധിക്കും. വളരെയധികം കുറച്ചിടാനും, അതായത് നമുക്ക് റൂമിലൊക്കെ രാത്രി സമയങ്ങളിൽ ഒരു ഡിം ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ഇത് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടി നമുക്ക് സാധാരണ ലൈറ്റ് പോലെ നമുക്കിതിനെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലോ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷനിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ കളറുകൾ ഇങ്ങനെ മാറി മാറി വരും. എന്തെങ്കിലും ഒരു പാർട്ടി വരുന്ന സമയത്ത്, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ കളേർഡ് ആയിട്ടുള്ള ഒരു ബൾബ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് അടുത്തതായിട്ടൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു ഫീച്ചറുകൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൂഡ് അനുസരിച്ച്, ഇപ്പോൾ സൺറൈസ്, സൺസെറ്റ്, മൂവി, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെയുള്ള ഓരോ മൂഡ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു LED സ്മാർട്ട് ബൾബിനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ ഒരു LED സ്മാർട്ട് ബൾബ് എന്നുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. അതായത് നമുക്കിത് ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും, അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അവസരമാണ് ഇന്നത്തെ ഒരു പ്രസന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ബേസിലായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇനി ഇപ്പോൾ ഇതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MI ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന MI ക്യാമറാസ് ഉണ്ട്, അതുപോലെ തന്നെ സോൺ ഓഫ് സ്വിച്ചുകളുണ്ട്, അലക്സ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ബേസിലാണ് ഇപ്പം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്യുവർലി, അതായത് കുറച്ച് കാലങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹോം ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ഫുൾ IoT ബേസ് ചെയ്തിട്ടുള്ള ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ആയിരിക്കും നമുക്കിത് ചെയ്യാൻ കിട്ടുക. ഇപ്പൊ സിയോമി അവതരിപ്പിച്ച MI LED സ്മാർട്ട് ബൾബ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഹോം ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ മാത്രമേ. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ലൈറ്റ് മാത്രമല്ല, അതുപോലെ തന്നെ MI തന്നെ അവതരിപ്പിച്ചിട്ടുള്ള MIയുടെ ക്യാമറാസ്, സോൺ ഓഫ് സിസ്റ്റംസ്, അതുപോലെ തന്നെ അലക്സ, അങ്ങനെയുള്ള ഒരുപാട് ഡിവൈസുകൾ IoT ബേസ് ചെയ്തിട്ട് നമുക്ക് ദൂരെ ഇരുന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദുബായിൽ ഇരുന്നിട്ട് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം എന്നുള്ള രീതിയിലോട്ടുള്ള ലെവലിലാണ് ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ പോകുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു 5 വർഷത്തിനുള്ളിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ബേസ്, അതായത് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MIയും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കി തുടങ്ങി. ഇനി ബാക്കിയുള്ള ബ്രാൻഡുകളും ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ സിസ്റ്റംസും, അതുപോലെ തന്നെ ഒരുപാട് TV, AC, ഇപ്പം ലോയുടെ ഒക്കെ ഒരുപാട് AC കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു മൊബൈൽ ഫോണിന്റെ ഒരു ആൻഡ്രോയിഡ് ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റന്റ് ജസ്റ്റ് സംസാരിച്ചാൽ മതി. മൊബൈലിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അതായത് ടേൺ ഓൺ ദ ലൈറ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും കഴിയുന്ന ഒരു സിസ്റ്റം കൂടെ, ഒരു ടെക്നോളജി കൂടെ നമ്മൾ MI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലക്സ വെച്ചിട്ടും നമുക്ക് ഈ ഒരു ഡിവൈസിനെ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതിപ്പോ MI, അതായത് സിയോമി എന്ന് പറയുന്ന ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന MI LED സ്മാർട്ട് ബൾബ് എന്ന് പറയുന്ന ഒരു ബൾബിന് ഏകദേശം 1500 രൂപ അടുത്താണ് വില വരുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ധാരാളമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് നമ്മുടെ സ്മാർട്ട് ബൾബുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ
നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെയുള്ള പുതിയ പുതിയ അറിവുകളൊക്കെ നിങ്ങളോട് എത്തുന്നതിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളോട്ട് എത്തുന്നതാണ്. സോ താങ്ക് യു.